കാനഡയിൽ ഭയങ്കര ജോലിയാണ്, അല്ലെങ്കിൽ ഇവിടെ പണിയെടുക്കുക, ബില്ലടയ്ക്കുക, അത് മാത്രമാണ് എല്ലാവരും ചെയ്യുന്നത്. പണിയെടുത്തിട്ടും പല എൻഡ്സും മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വെസ്റ്റേൺ കൺട്രീസിലെല്ലാം ഇങ്ങനെയാണ് എന്ന് ഒരുപാട് നെഗറ്റീവ് ഇത് വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. പക്ഷേ അങ്ങനെ അല്ല. നമ്മൾ ജോലിയുടെ കൂടെ നമ്മൾ കുറച്ച് സമയം നമുക്ക് വേണ്ടിയും അത് മാത്രമല്ല കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയും നമ്മൾ ചിലവഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ഓഫീസിൽ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ ബോംബെയിലൊക്കെ നടക്കുന്ന ഹോളി പോലെ നമ്മുടെ വാട്ടർ ബലൂൺസും അതേപോലെ വെള്ളം നിറച്ച തൂക്കൊക്കെ വെച്ചിട്ട് ഒരു സൈക്കിളിൽ കുറേ ആൾക്കാർ, അതായത് നമ്മുടെ ഓഫീസിലെ ആൾക്കാർ തന്നെ അവരിങ്ങനെ പെഡൽ ചെയ്ത് വരുമ്പോൾ നമ്മൾ അവരെ നനയ്ക്കുക അല്ലെങ്കിൽ അവരെ ബലൂൺ എറിയാനാണ് നമ്മുടെ ടാസ്ക്. അപ്പം ഇത് ചെറിയൊരു ആക്ടിവിറ്റിയാണ്. നമ്മുടെ നാട്ടിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര പരിപാടിയൊന്നുമല്ല, പക്ഷെ ചെറിയൊരു ആക്ടിവിറ്റിയാണ്. എന്നാലും നമുക്ക് അവിടെ പോയി റിഫ്രഷ്മെൻറ്റ്, അതായത് കഴിക്കാനുള്ള ഫുഡ്, അങ്ങനെ ജ്യൂസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതുമാത്രമല്ല നമുക്ക് നമ്മുടെ കൊലീഗ്സിൻ്റെ കൂടി ജോലിയിൽ തന്നെ കുറച്ച് സമയം അവരിവിടെ സ്പെൻഡ് ചെയ്യാനും പറ്റും. അപ്പം ഇത് എല്ലായിടത്തും നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നെന്ന് വരില്ല. അതായത് ഇവിടുത്തെ ടിം ഹോർട്ടൻസ് ചായക്കടകൾ അതേപോലത്തെ കടകളിൽ അല്ലെങ്കിൽ ഗ്രോസറി സ്ഥലത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ചിലപ്പോൾ നടക്കണമെന്നില്ല. പക്ഷേ ഞങ്ങളുടെ IT കമ്പനിയിലൊക്കെ ഇങ്ങനെ നടക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഒരു ബാർബിക്യൂ ഫെസ്റ്റ് ഉണ്ടായിരുന്നു. ബാർബിക്യൂ ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ സംഭവമാണ്. അപ്പോൾ എല്ലാ കൊളീഗ്സും ഒരുമിച്ച് വന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് വന്ന് ബാർബിക്യൂ ചെയ്ത് കഴിക്കുന്ന ഒരു ഇവൻ്റാണ്. അപ്പോൾ നമ്മൾ ഒരു 1 hour 2 hour സ്പെൻഡ് ചെയ്യത്തുള്ളൂ. അതിന് ബാക്കിയുള്ള സമയം നമ്മൾ ജോലിയായിരിക്കും ചെയ്യുന്നത് എന്നും പറഞ്ഞ് നമ്മൾ നമ്മുടെ അവേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യണോ അങ്ങനെയൊന്നുമില്ല. അപ്പം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് പരിപാടി എന്താണെന്ന് നമുക്ക് പോയി കാണാം എന്തായാലും.